അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ ഓരോന്നോരോന്നായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അവസാനത്തെ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. വിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു വിശ്വാസി അവൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ഉമ്മ പ്രസവിച്ച ദിവസം ഏത് രൂപത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പാപമുക്തമായിരുന്നു, ആ രൂപത്തിൽ വിശ്വാസികൾ പാപത്തിൽ നിന്ന് മുക്തമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളാണ് ഓരോ റമദാനിൻ്റെ രാവുകളിലും പകലുകളിലും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും എല്ലാം അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ഓരോ ദിവസവും ചോദിച്ചു കൊണ്ടിരിക്കുന്നു. മനമുരുകി അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നുണ്ട്, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഓ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളും തെറ്റുകളും കുറവുകളും അതൊക്കെ നിങ്ങൾ പുറത്തു കൊടുക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. അഥവാ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ മനമുരുകി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന്. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന്. എല്ലാ നിസ്കാരത്തിന് ശേഷവും പാതിരാ സമയത്തും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇർഹമു തുർഹമു, നിങ്ങൾ മറ്റുള്ളവർക്ക് റഹ്മത്ത് കാണിക്കുക. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ആളുകളോടും സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ നിങ്ങൾ പെരുമാറുക. എങ്കിൽ ആകാശലോകത്തുള്ളവർ നിങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് റബ്ബ് കാരുണ്യം കാണിക്കും. വഗ്ഫിറു യുഗ്ഫർ ലക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ സന്നദ്ധമാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടെ നമ്മൾ എടുക്കണം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അല്ലാഹുവിനോട് പങ്കു ചേർക്കാത്ത, ശിർക്കെന്ന മഹാപാപം ചെയ്യാത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ. പക്ഷേ ആ പൊറുക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല
അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയ്ക്ക് പിണക്കമുണ്ട്, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, വൈരാഗ്യമുണ്ട്. ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് റബ്ബ് മലക്കുകളോട് പറയും, അവര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അവര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അവരൊന്ന് നന്നാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് തള്ളപ്പെടുമോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചുള്ള ആകാശഭൂമി കണക്കെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരുക എന്ന് പറഞ്ഞിട്ട് അവിടെ മുത്തഖീങ്ങളുടെ വിശേഷണം പറയുമ്പോൾ അവിടെയും അള്ളാഹു പറയുന്നത് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ച തെറ്റുകളും അതുപോലെ തന്നെ കുറവുകളും അതൊക്കെ അവർക്ക് വിട്ടുപുറത്ത് മാഫാക്കി കൊടുത്തെങ്കിൽ മാത്രമേ, പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റബ്ബിന്റെ കാരുണ്യവും റബ്ബിന്റെ മഗ്ഫിറത്തും റബ്ബിന്റെ വിട്ടുവീഴ്ചയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരാളോടും ഹൃദയത്തിൽ വിദ്വേഷമുണ്ടാകരുത്, വൈരാഗ്യമുണ്ടാവരുത്. നമ്മുടെ ഹൃദയം എപ്പോഴും സ്ഫടികസ്ഫുടമായ ഹൃദയമാവണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത്, മഗ്ഫിറത്ത്, അതുപോലെ തന്നെ പാപമോചനം എല്ലാം ലഭിക്കുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള്, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാള് ഇപ്പോൾ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരും. സഹാബാക്കൾ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു, ആരായിരിക്കും അത്? കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചനയുള്ള വാക്കുച്ചരിക്കാൻ ചുണ്ടുകൾ ചലിപ്പിച്ചിട്ടില്ലാത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പറയുന്നത്. ഒരിക്കലും പിഴക്കുകയില്ല, ഒരിക്കലും തെറ്റുകയില്ല. ആരാണ് ഈ സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തി എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അൻസാറുകൾപ്പെട്ട ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അദ്ദേഹത്തെ നോക്കി സന്തോഷിച്ചു. അങ്ങനെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഈ അൻസാരികളിൽപ്പെട്ട സ്വഹാബി സദസ്സിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതേ വാക്ക് തന്നെ ആവർത്തിക്കുകയും ആ 3 ദിവസവും ഇദ്ദേഹം കടന്നു വരുന്നത് ആകാംക്ഷയോടുകൂടെ താല്പര്യത്തോടുകൂടെ സ്വഹാബാക്കളെ കാണുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങള് ഈ സ്വഹാബി സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തുടരെയായി 3 ദിവസം പറയാനുള്ള കാരണം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പോകുകയാണ്. 3 ദിവസം ഈ സ്വഹാബിയോട് കൂടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾ താമസിച്ചു. സാധാരണയിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി കൂടുതൽ അഅമാലുകളൊന്നും ചെയ്യുന്നത് 3 ദിവസം ഇദ്ദേഹത്തോട് കൂടെ താമസിച്ചിട്ടും കാണാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങള് അദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ കൂടെ 3 ദിവസം കൂടാനുള്ള കാരണം പറഞ്ഞു. 3 ദിവസം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാള് ഈ സമയത്ത് നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരുമെന്ന്. ആ 3 ദിവസവും നബി തങ്ങൾ പറഞ്ഞ സമയത്ത് കടന്നു വന്നത് നിങ്ങളാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, വിഭിന്നമായി സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത്, ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചത് എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ അൻസാറുകളിൽപ്പെട്ട സ്വഹാബി പറയുകയാണ്, ഞാൻ കാര്യമായിട്ട്
അധികമായിട്ട് കൂടുതലായിട്ട് പ്രവർത്തനങ്ങളൊന്നും ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാനില്ല. പക്ഷേ ലാ അജിദു ഫീ നഫ്സി ഗിശ്ശൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളോടും എന്റെ ഹൃദയത്തിൽ ഒരു വൈരാഗ്യവുമില്ല, ഒരു വിദ്വേഷവുമില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ മേൽ ഞാൻ ഒരാളോടും ഹസദ് വച്ചിട്ടില്ല, അഥവാ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇതാണ് കാര്യമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള സവിശേഷതയെന്ന്, പ്രത്യേകതയെന്ന് ഈ അൻസാരികളിൽപ്പെട്ട സ്വഹാബി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഇത്രയും മഹത്തമായ സ്ഥാനം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഞങ്ങളിൽ പലർക്കും സാധിക്കാത്തതും അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ എപ്പോഴും സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാകണം. മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ച എല്ലാ പാപങ്ങളും, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞത്, പ്രവർത്തികൾ ചെയ്തത് എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. അങ്ങനെ പുറത്തു കൊടുക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അവന്റെ പാപമോചനവും അവന്റെ അഫുവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് നാം ചോദിക്കേണ്ടതുണ്ട്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ശൈലി. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് വിശുദ്ധ റമദാനിന്റെ രാവുകളില് പകലുകളില് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്യുന്നു. ഈ ദുആഇന്റെ, ഈ പ്രാർത്ഥനയുടെ സ്വീകാര്യത, ഈ അഅ്മാലുകളുടെ ഖബൂലിയത്ത് എല്ലാം കിടക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിലാണ്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിലാണ്. മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കുറ്റങ്ങളും തെറ്റുകളും അതെല്ലാം നമ്മൾ പുറത്തു കൊടുക്കണം. എങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താല് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് എല്ലാ മേഖലകളിലും ഉയർച്ച നൽകുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അഫ്വില് നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളില് എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ വിട്ടുവീഴ്ചയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവനാണ്, എന്നെ തൊട്ട് എന്നിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ, പൊറത്തു തരണേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയല്ലേ? ഈ പ്രാർത്ഥന വെറുതെയായി പോകരുത്. അഥവാ ഈ പ്രാർത്ഥനയുടെ സ്വീകാര്യതയുടെ മുമ്പില് ഉള്ള പ്രതിസന്ധി, ഉള്ള പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയം ശുദ്ധിയാക്കി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സന്നദ്ധമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാനും സന്നദ്ധമാണ് എന്നുള്ള നല്ല ഉജ്ജ്വലമായ ഒരു വിശ്വാസിയുടെ ഹൃദയം വിശാലമായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്ന നല്ല പാഠങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോട് കൂടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്ത് ഒരാളുടെയും ഹൃദയത്തില് എനിക്ക് ഒരാളോടും വൈരാഗ്യമില്ല എന്ന്, വിദ്വേഷമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമയത്തെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പൊറുക്കലിനെ തേടാന് ഉള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ സ്വഭാവം പറഞ്ഞപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരുന്നു അവര് എന്ന്
നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെയും ഒക്കെ സ്വഭാവം അനുകരിച്ച് അവര് പോയ സ്വർഗത്തിലേക്ക് അവരുടെ പിന്നാലെ നിന്ന് അവരെ ഫോളോ ചെയ്ത് പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ, അവർക്കുണ്ടായിരുന്ന യോഗ്യത അത് നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.